പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ വളരെയധികം സീരിയസ് ആയിട്ടുള്ള എന്നാൽ അൺനോട്ടീസ്ഡ് ആയിട്ട് പോകുന്ന ഒരു കണ്ടീഷനാണ്. ആഫ്റ്റർ പ്രഗ്നൻസിയും അതുപോലെ തന്നെ ഒരു സ്ത്രീ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തും അവരുടെ ബോഡിയിൽ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസും ഒരുപാട് ബോഡിലി ഷിഫ്റ്റും നടക്കുന്നുണ്ട്. ഇത് കാരണം പല ഫിസിക്കൽ ചേഞ്ചസ് വരുന്നത് പോലെ തന്നെ നമ്മുടെ മെന്റൽ ചേഞ്ചസും അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിൽ ഒരുപാട് ചേഞ്ചസും വരുന്നുണ്ട്. ഡിപ്രസീവ് ആയിട്ടുള്ള തോട്ട്സ് വരിക, ഭയങ്കര എക്സ്ട്രീം സാഡ്നെസ് വരിക, നമ്മുടെ സെൽഫ് വർത്തിനെ നമ്മൾ വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വല്ലാണ്ടുണ്ടാവും. എന്നാൽ ആ ഒരു പോയിന്റിൽ എല്ലാവരും ആ ഒരു പ്രഗ്നൻസീനെ സെലിബ്രേറ്റ് ചെയ്യുന്ന തിരക്കിലും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ സെലിബ്രേറ്റ് ചെയ്യുന്ന തിരക്കിലും ഒക്കെ ആവുമ്പോൾ ഈ ഒരു തോട്ട്സ് ആരും അറിയാതെ പോകുന്നു. അങ്ങനെ പലപ്പോഴും ഇത് അഡ്രസ്സ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ലൈഫ് ലോങ് ഇവരുടെ മെന്റൽ ഹെൽത്തിലും അവരുടെ കൂടെയുള്ള കുഞ്ഞിന്റെ മെന്റൽ ഹെൽത്തിനെ വരെ ബാധിക്കുന്ന തരത്തിൽ അത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ അഥവാ റീസെന്റ് അറിയപ്പെടുന്നത് പോലെ പെരിനാറ്റൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ള എന്നാൽ റൈറ്റ് ഹെൽപ്പ് ആവശ്യമുള്ള ഒരു കണ്ടീഷനാണ്. സോ pregnancy has to be beautiful for everyone, even for the mother.